ആ കിണറ്റിലെ വെള്ളം നമ്മൾ കണ്ടപ്പോ ഞെട്ടിപ്പോയി. വെള്ളം കലങ്ങി, പിന്നെ ഒരു ചേറിന്റെ സ്മെല്ലും മുഖം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള ഫിൽട്രേഷൻ പരിപാടികളും ചെയ്ത് ആ വെള്ളം ക്ലിയർ ആക്കുകയും ചെയ്തു. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ ക്ലിയർ ആയി വെള്ളം കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തില് ഏപ്രിൽ മെയ് മാസമായി കഴിഞ്ഞാൽ നമ്മുടെ കിണറുകളിലെല്ലാം അടിവെള്ളമായി മാറുന്നുണ്ട്. ഈ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു കോള് വന്നു. നമ്മൾ ആ വീട്ടിൽ പോവുകയും ആ വീടിന്റെ കിണർ പരിശോധിക്കുകയും ആ കിണറ്റിലെ വെള്ളം നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത്രയധികം മോശം വെള്ളമായിരുന്നു. ആ വെള്ളം നമ്മൾ എടുത്ത് ലാബിൽ പരിശോധിച്ചതിന് ശേഷം അവരോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വെള്ളം ക്ലിയർ ആയി കിട്ടിയാൽ മതി എന്ന് അവർ നമുക്ക് വാക്ക് തരികയും ചെയ്തു. അതിന്റെ പുറത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഫിൽട്രേഷൻ പരിപാടികളും ചെയ്ത് ആ വെള്ളം ക്ലിയർ ആക്കുകയും ചെയ്തു. കിണറിലെ വെള്ളം അത്രയും മോശമാണ്. അപ്പൊ ആ കിണറിലെ വെള്ളം മോശമായതുകൊണ്ട് ആ കിണറിലെ വെള്ളം നമ്മൾ നേരെ മേളിലിരിക്കുന്ന ആ 3000 ലിറ്റർ ടാങ്കിലേക്ക് കിണറിന്ന് നേരിട്ട് അതിലേക്ക് അടിക്കുകയും അതിൽ വീഴ്ത്തുകയും ചെയ്തു. അത് വീഴ്ത്തുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ 2 ഡോസിൻ പമ്പ് കണ്ടു കാണും. അതായത് ഈ ക്ലോറിനും ആലും വെച്ചിട്ടുള്ള 2 ഡ്രമ്മുകളിൽ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ കൂടെ നമ്മുടെ കിണറിലെ മോട്ടർ ഉപയോഗിച്ച് ടാങ്കിലേക്ക് വീഴ്ത്തുമ്പോൾ ഈ ആലും ക്ലോറിനും അതിലേക്ക് വീഴാന്നുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിണറിലെ മോട്ടർ ഇടുമ്പോൾ ഈ 2 പമ്പ് ഡോസിൻ പമ്പ് വർക്ക് ചെയ്ത് ഈ ആലും ക്ലോറിനും ഇതിലേക്ക് മിക്സ് ചെയ്ത വെള്ളം ഇതിലേക്ക് മിക്സ് ആവും. അത് മിക്സായി 1-2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ടെറസിന്റെ മേളിലിരിക്കുന്ന ടാങ്കിലേക്ക് അടിക്കും. ഈ മോട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ നേരെ ടെറസിന്റെ മേളിലേക്ക് അടിക്കുന്നത്. അതടിച്ച് ആ വെള്ളം നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുന്ന ലൈനിൽ നിങ്ങൾ കണ്ട ഈ 2 സിലിണ്ടർ ഉപയോഗിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് ശുദ്ധീകരിച്ച് വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം ശുദ്ധീകരിച്ച് കണ്ട് അവർക്കും അത്ഭുതമായി. ഇതിങ്ങനെയെല്ലാം വെള്ളം ക്ലിയർ ആയി വരുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കാണ്ടായി. അങ്ങനെ ആ വെള്ളം ക്ലിയർ ആയി എടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുള്ള വെള്ളമാണെങ്കിൽ പോലും നമ്മളുടെ കമ്പനി അത് ക്ലിയർ ആക്കി കൊടുക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട്, അതായത് ചെയ്യാൻ കഴിയുന്ന വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ചെയ്തതിന്റെ പേരിൽ വെള്ളം ക്ലിയർ ആവുകയും നിങ്ങൾ ഈ കാണുന്ന വെള്ളം ഇപ്പോ ശുദ്ധീകരിക്കുന്നതിനേക്കാളും മുന്നേയുള്ള വെള്ളം കിണറും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതേമാതിരി തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം കാണുന്ന ഈ വെള്ളം ഇതിൽ കൂടെ ശുദ്ധീകരിച്ചതാണ്. വെള്ളം കലങ്ങി, പിന്നെ ഒരു ചേറിന്റെ സ്മെല്ലും മുഖം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാ പൈപ്പുകളിലും മുന്നേ വന്നിരുന്ന ചെളിവെള്ളമാണോ ഇപ്പൊ വരുന്നത്? ആ ചേറിന്റെ സ്മെല്ലും പോലെ കളർ വ്യത്യാസം ശരിക്കും പ്യൂർ ആയിട്ടുള്ള പച്ചവെള്ളത്തിന്റെ ഒറിജിനൽ ഇത് കിട്ടുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ ക്ലിയർ ആയി വെള്ളം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.